ഹലോ ഗായ്സ്, ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ബനാന ഡേറ്റ്സ് കേക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 5-6 ഡേറ്റ്സ്, ഒരു ബനാന, കുറച്ച് ഗോതമ്പ് പൊടി, 2 മുട്ട. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യുക ചോയ്സ്, പക്ഷേ ഗോതമ്പ് പൊടിയാണ് കുറച്ചുകൂടി ഹെൽത്തി. പിന്നെ വാനില എസൻസ് തീർന്നു ഗായ്സ്, ഉണ്ടാക്കി പക്ഷേ ഇത് ഉണ്ടാക്കാനുള്ളതുണ്ട്. പിന്നെ പഞ്ചസാര, സൺഫ്ലവർ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചതാണ്. കുറച്ച് ഗ്രാമ്പൂവും കുറച്ച് പട്ടയിട്ട് ഫ്ലേവറിന് വേണ്ടി പൊടിച്ച് വെച്ചാണ്. ഞാൻ ഇവിടെയുള്ള കാണുന്നില്ല, ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തത്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 ഗ്ലാസ് പഞ്ചസാര, 3/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ബാറ്റർ റെഡി ആവില്ല, കേക്ക് റെഡി ആവില്ല. അത് കൂടാണ്ട് ഞാൻ ഒരു 6-8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഒരു പാത്രത്തിൽ കാരമലൈസ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആവില്ല, ഒരു കയ്പ്പ് രസം വരും. ഇതാകണ്ട പുകയെല്ലാം പോകുന്ന ഞാൻ വിചാരിച്ച് ഈശ്വര കരിഞ്ഞു, പക്ഷേ സിമ്മിലാക്കി വെച്ചതിനെ കൊണ്ട് രക്ഷപ്പെട്ടു, കരിഞ്ഞില്ല. ഇങ്ങനെ എല്ലാം ഇളക്കി നല്ല ബ്രൗൺ കളറായി വരണം. എന്നാലാണ് കേക്കിനൊരു കളറും ടേസ്റ്റും കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു അരയിൽ താഴെ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് പതുക്കെ ഒഴിക്കുക. മുഖത്തൊന്നും തെറിക്കണ്ട, പതുക്കെ ഒഴിച്ചിട്ട് കട്ടകളെല്ലാം മാറ്റിയിട്ട് നല്ലോണം ഇളക്കി എടുക്കുക. അതിന് ശേഷം ഒരു 2-3 ഡേറ്റ്സ് കുഞ്ഞി പീസസ് ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക. അതിനുശേഷം നന്നായിട്ട് തിളപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അപ്പോൾ ആ ഡേറ്റ്സ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കേക്കിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. അധികം വറ്റിക്കാത്ത രീതിയിൽ അങ്ങനെ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് സമയം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഒരു മിക്സി ജാറിലേക്ക് 2 മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. തണുത്തതും പിന്നെ നനവുള്ളതാക്കിയാൽ കേക്കൊന്നും റെഡി ആവില്ല. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം പൊടിച്ച് വെച്ച പഞ്ചസാരയും അതിൻ്റെ അകത്തേക്ക് തട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇവിടെയുള്ള സൺഫ്ലവർ ഓയിലില്ലേ എടുത്ത് വെച്ചേ, അതും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച ഡേറ്റ്സും ബനാനയും കൂടി ആ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് കട്ടകളില്ലാണ്ട് പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക. അതും മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കണം. ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പം ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുന്ന നേരം ഒന്ന് ഉപ്പിടുന്നത് അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ സാധിക്കും. കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് അരയ്ക്കുക. കുഞ്ഞു ഹോൾസുള്ള അരിപ്പ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വലിയ ഹോൾസുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പിൻ്റെയും ബേക്കിംഗ് സോഡേൻ്റെ ഒക്കെ കട്ട ഉണ്ടെങ്കിൽ അത് അതിലോട് തന്നെ താഴേക്ക് പോവും. അപ്പോൾ പിന്നെ അരിക്കുന്നതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇങ്ങനെ അരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് വരാനാണ്. കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, അല്ലാണ്ട് ഈ കട്ടിയുള്ള ഹാർഡായിട്ടുള്ള അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കുക. കുറച്ചായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. അരിക്കാണ്ട് ഒരിക്കലും കേക്ക് ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഒരിക്കലും കിട്ടില്ല. അങ്ങനെ അത് അവിടെ വെക്കുക. പിന്നെ നമുക്ക് അടുത്ത ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ ഒരു പാത്രം എടുത്തില്ല, അതിലേക്ക് മിക്സിയിലേക്ക് നേരത്തെ എടുത്ത് വെച്ചെങ്കിൽ മുട്ടയും പഞ്ചസാരയും സൺഫ്ലവർ ഓയിലൊക്കെ മിക്സ് ചെയ്ത ആ ബാറ്റർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് അരിച്ച് വെച്ച ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാണ്ട് എല്ലാം മൊത്തത്തിലിട്ട് ഇളക്കിയാൽ കട്ടയായിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത അത് ഇതിലേക്ക് കുറച്ചായിട്ട് പാർന്ന് കൊടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റ്സ് ഒക്കെ ഇല്ല, അത് കൈ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ അങ്ങനെ എല്ലാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ കട്ടയായിട്ടുണ്ടാവും. ഇതിപ്പോൾ ചെറിയ കട്ടിയായിരിക്കും. കൈ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്തപ്പോൾ കടിക്കാനും കിട്ടും. അതിനുശേഷം പേസ്റ്റാക്കി വെച്ച ബനാനയും ഡേറ്റ്സും കൂടി അതും ആക്കിയിട്ട് ഇങ്ങനെ ഒരു അധികം കട്ടിയല്ല, ലൂസായിട്ടുള്ള പരുവത്തിലാക്കി മാറ്റി വെക്കുക. പിന്നെ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിലൊരു റിങ് വെച്ചിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക ഒരു 5-10 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ പേപ്പർ റെഡിയാക്കി എടുക്കാം. എൻ്റെ അടുത്ത് ഇല്ലാത്തതിനെ കൊണ്ട് ഞാനൊരു A4 ഷീറ്റ് ഏത് പാത്രത്തിലാണ് ചെയ്യുന്നത് അതിൻ്റെ അളവിൽ എടുത്ത് മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ നല്ല ബട്ടർ പേപ്പർ തയ്യാറായി ഗായ്സ്. അതിലേക്ക് പാത്രത്തിലേക്കും കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. കാരണം കേക്ക് പിന്നെ അവിടെ പറ്റിപ്പിടിച്ചിട്ട് വരാണ്ടിരിക്കരുതല്ലോ. അപ്പം അങ്ങനെ ഇതാക്കി അതിന് ശേഷം ബാറ്റർ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തട്ടി കൊടുത്ത് എല്ലാം ഫുള്ളായിട്ട് തട്ടിക്കൊടുക്കണേ. അപ്പുറം ഇപ്പുറം സൈഡിലൊന്നും ആവാണ്ട് സൂക്ഷിച്ച് തട്ടിക്കൊടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് ഇങ്ങനെ 2-3 മുട്ടുക. കാരണം അങ്ങനെ മുട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തില്ല. അങ്ങനെ നമ്മൾ ആ ചൂടാക്കാൻ വെച്ച കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബാറ്റർ ഇറക്കി വെക്കുക.
ഇറക്കി വെച്ചിട്ട് ഒന്നിക്കൽ ഏതെങ്കിലും മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് മൂടി കൊടുക്കണം. ഞാനൊരു പ്ലേറ്റ് വെച്ചാൽ മൂടി. അതിന് ശേഷം ഇങ്ങനെ മൂടുക. ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിടുക. പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു 45 മിനിറ്റ് നേരം അത് ഇതാക്കാൻ വെക്കണം. അതിന് ശേഷം 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതാ തുറന്ന് നോക്കുന്നു. ഗായ്സ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നന്നായാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ തുറന്ന് നോക്കി. അടിപൊളി, നന്നായിട്ട് പൊന്തിയൊക്കെ വന്നു. ഞാൻ എന്നിട്ട് ഒരു ഈള് വെച്ചാണ് കുത്തി നോക്കുക. നിങ്ങൾക്ക് എന്നാളുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കുത്തി നോക്കാം. അപ്പോൾ ഈളുമ്മലൊന്നും പറ്റുന്നില്ല. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു 15 മിനിറ്റും കൂടി വെച്ചിട്ട് എടുത്താൽ മതി. അങ്ങനെ ഞാൻ ചൂടൊക്കെ തണിഞ്ഞ് അത് പ്ലേറ്റിലേക്ക് തട്ടേണ്ടി കത്തി വെച്ച് സൈഡെല്ലാം ഒന്ന് ഇതാക്കി കൊടുത്തു, എന്നാലാണ് തട്ടിയാൽ വരുള്ളൂ. അങ്ങനെ തട്ടിക്കൊടുത്തു. ഗായ്സ് എന്നെ പറ്റിച്ചു, ഇത് വന്നില്ല. അപ്പോൾ ഞാൻ തളർന്നില്ല, പിന്നെയും കത്തിയെടുത്ത് സൈഡിലെല്ലാം ഒന്നും കൂടി തട്ടി കൊടുത്തു. അങ്ങനെ വന്നു. കണ്ട അടിപൊളി കേക്കാണ്. നല്ല രസമുണ്ട് കാണാനും, നല്ല സോഫ്റ്റും നല്ല കളറും ഉണ്ട് കേക്കിന്. കാരമലൈസ് ചെയ്തതിനെ കൊണ്ട് കേക്കിനൊരു ഉള്ള കളറിനെക്കാട്ടും കുറച്ചുകൂടി ഒരു കളറും കിട്ടും. അപ്പോൾ നമുക്കത് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ വെന്തിട്ട് സോഫ്റ്റായിട്ട് വന്നിക്കണ്ട, നല്ല സോഫ്റ്റും ആ ഡേറ്റ്സിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ കാണുന്നില്ലേ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനിയൊരു പീസ് മുറിച്ചിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ബൈറ്റ് കടിച്ചാൽ തന്നെ അടിപൊളി സോഫ്റ്റ്, നല്ല ടേസ്റ്റും. ആ ഡേറ്റ്സൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി സാധനമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിന് ടാറ്റാ ബൈ ബൈ. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ.